ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാവിലെ വലിയ പണികളൊന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഉണ്ടായിരുന്നു, ഇല്ലേ വെച്ചാൽ ഇല്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പം മീൻ ഞാനിവിടെ ഫസ്റ്റ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, ചോറ് അവിടെ വെച്ചിട്ടുണ്ട്. ദെൻ പിന്നെ സാൻഡ്വിച്ച് ആട്ടോ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പണികളില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ തോരനാക്കുന്നില്ല. പിന്നെ കറി മിനിഞ്ഞാന്നാക്കിയ സാമ്പാർ ഞാൻ കുറച്ചധികം ആക്കിയത് വേറൊരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടാക്കുക വേണ്ടു കേട്ടോ. പിന്നെ സാൻഡ്വിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എല്ലാ പച്ചക്കറികളും ബട്ടറിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ മുട്ട ആവിയിൽ വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നത് മയോണീസ് ആക്കിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ചെയ്യുന്നത്. പിന്നെ രാവിലെ ഞാൻ വെച്ചു അതും സാൻഡ്വിച്ചും പിന്നെ തരി കാച്ചിയതും കുടിക്കാമെന്ന് ചോദിച്ചു കേട്ടോ. തരികാച്ചയിൽ ഇച്ചിരി നെയ്യെല്ലാം ഇട്ടിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പം ഇതുപോലെ കുറച്ചധികം ആക്കി വെക്കുന്നുണ്ട്. കാരണം വൈകുന്നേരം ഇവർ വന്നാലും വേണമെങ്കിൽ ഇവർക്ക് കുടിച്ചോട്ടെന്ന് വെച്ചിട്ടാണ് ഇച്ചിരി അധികം ആക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതാക്കിയിട്ടുണ്ട്. അപ്പോൾ തരികാച്ചത് ഞാൻ കുടിച്ചോട്ടോ. അപ്പം മീൻ എൻ്റെ റെഡിയായി കേട്ടോ. ഇത് മീനെന്ന് പറയുന്നത് ഏത് മീനാന്ന് പോലും അറിയില്ല. അപ്പോൾ സാൻഡ്വിച്ച് ഞാൻ സാൻഡ്വിച്ച് മേക്കറിൽ തന്നെയാണ് ആക്കുന്നത്. ഇതുപോലെ ബ്രെഡിൽ ഇത് നടുക്കാക്കി കൊടുത്തിട്ട് 2 ബ്രെഡ് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്യാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു സാൻഡ്വിച്ച്. വേറെ വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഇവർക്ക് കൊണ്ടുപോകാനുള്ള സാൻഡ്വിച്ചും അതുപോലെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാൻഡ്വിച്ചാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ സാൻഡ്വിച്ചെല്ലാം അങ്ങനെ റെഡിയാക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഡ്രസ്സെല്ലാം ചെയ്ത് വന്ന് എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം കേട്ടോ ഞാൻ ഫുഡ് എടുത്ത് വെക്കാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് ചായ കുടിക്കാൻ പോവുക. എന്തായാലും ഡ്രസ്സ് ചെയ്ത് വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് ഞാൻ പിന്നെ വെച്ചു ഒരു ചെറിയ പീസ് സാൻഡ്വിച്ച് കഴിക്കുക. പിന്നെ ഒരു കപ്പ് ഞാൻ തരി കാച്ചിയതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വേഗം കുത്തിക്കയറ്റി ചെയ്യുന്നത്, പക്ഷേ ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേഗം കഴിച്ചതായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയാൽ മക്കളതും എടുത്ത് വെക്കണം, എൻ്റെതും എടുത്ത് വെക്കണം. പിന്നെ വെള്ളം അതൊക്കെ എടുത്ത് വെക്കണം. പിന്നെ തോരനൊന്നുമില്ല, ഞാൻ തോരനാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. മീൻ പൊരിച്ച ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് തോരനാക്കാത്തത്. അങ്ങനെ പിന്നെ ചോറെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ടിഫിൻ ബോക്സ് ഇതാട്ടോ, നല്ല പ്ലേറ്റ് പോലെ ടിഫിൻ ബോക്സ്. പക്ഷേ ഇതിൽ നിറച്ചൊന്നും എടുക്കുകയൊന്നുമില്ല, ആവശ്യത്തിന് മാത്രമല്ല എടുത്തു. തന്നെ അതിൽ ഞാൻ മീൻ പൊരിച്ചത് വെച്ചു, അച്ചാർ ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് എടുത്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ കുടുങ്ങിയത് അതിലേക്ക് വീഴുന്നില്ല. ലാസ്റ്റ് ഞാൻ ഇപ്പുറത്തേക്ക് തന്നെ മാറ്റി വെച്ചു. പിന്നെ മീൻ പൊരിച്ചത് ഞാൻ പറഞ്ഞില്ല വെച്ച് തന്നെ അടച്ചു. പിന്നെ ഞാൻ സാമ്പാർ ഒഴിച്ച് നോക്കണം കേട്ടോ. സാമ്പാറിന് അപ്പോൾ അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് ഞാൻ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കാമെന്ന് വെച്ചു, കാരണം പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമല്ലേ. പിന്നെ ഇതുപോലെ ഇന്നലെ വെള്ളം 2 ബോട്ടിൽ ഒഴിച്ചു കൊടുത്തു. ഒന്ന് അവർക്കും ഒന്ന് എനിക്കും കേട്ടോ വെള്ളം എടുക്കുന്നത്. അപ്പം വെള്ളം 2 ബോട്ടിൽ ഒഴിച്ച് വെച്ചു. പിന്നെ ഇനിയിപ്പം സാമ്പാറിന് സമയമൊന്നുമില്ല, വേഗമാക്കണം. സാൻഡ്വിച്ച് അവരെ ടിഫിൻ ബോക്സിലും ആക്കി വെച്ചു. സാമ്പാർ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് വെച്ചു കേട്ടോ. മോശമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്ന് വൈകുന്നേരം വരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.